ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ പതിപോലെ ജനത ഫിഷ് സ്റ്റാളിലേക്ക് എത്തി. അവിടെ നല്ല അടിപൊളി മീൻ കിട്ടും, റീസണബിൾ പ്രൈസേ ഉള്ളൂ. ഞങ്ങളവിടെ വലിയ ചെമ്മീൻ കണ്ടു, അങ്ങനെ അതൊരു കിലോ വാങ്ങി. 400 രൂപയാട്ട കിലോ. മറ്റ് സ്റ്റോളുകളെ അപേക്ഷിച്ചിട്ട് റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ, ഭയങ്കര വ്യത്യാസമുണ്ട്. ഇവിടെ പുതിയ ഷോപ്പാണ്. നല്ല ഫ്രഷും വലിപ്പമുള്ള ചെമ്മീനും ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളത് മെയിനായിട്ട് ഫ്രൈ ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ തന്നെ വാങ്ങിയത്. അവരെന്നോട് ചോദിച്ചു ക്ലീൻ ചെയ്ത് തരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് അത് കവറിലിട്ട് തന്നു. അങ്ങനെയൊക്കെ ചേട്ടൻ 2 കവറിലാക്കി ഞങ്ങൾക്ക് തന്നു. ഇന്ന് ചാറ് വീണ് കഴിഞ്ഞാൽ കാറിൽ സ്മെല്ല് വരുമല്ലോ, കാരണം 2 കവറിലാക്കി തന്നു. ഞങ്ങളവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് സ്കൂട്ടായി. ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ശരി ക്ലീനാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വരാനായിട്ട് മുമ്പ് ഇന്നെ അത് ക്ലീൻ ചെയ്തു. നമ്മളിവിടെ ചെയ്യുന്നത് ചെമ്മീൻ ഫ്രൈ ആണ്. ചെമ്മീൻ വലിയ ചെമ്മീൻ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചുവന്നുള്ളി അതേപോലെ തന്നെ 6 അതുപോലെ ഒരു കുഞ്ഞേ കഷ്ണം ഇഞ്ചി, 2 തണ്ട് വേപ്പിൻ്റെ ഇല, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകം, വെളിച്ചെണ്ണ. ഇനി നമുക്കിതൊക്കെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ വെളുത്തുള്ളി ഇടാം, ഉള്ളി ഇടാം, ഉള്ളി ചെറുള്ളിയാണ്. ഇഞ്ചി ഇടാം, വേപ്പിൻ്റെ ഇല, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 തന്നെ പെരിഞ്ജീരകം, കുറച്ച് വെളിച്ചെണ്ണ, തരി വെളിച്ചെണ്ണ വയ്ക്കുക. ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. പോരാത്തത് വെള്ളം ഒഴിച്ചടിക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെ അടിച്ചെടുക്കാനായിട്ട്. നമ്മൾ ഉപ്പിടാൻ മറന്നുപോയി, അപ്പോൾ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ പോരങ്ങ നോക്കിയിട്ട് ഇട്ടാൽ മതി. നമ്മുടെ കൂട്ടുകളെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചെമ്മീനാണ്. 1/2 കിലോ ചെമ്മീനിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കുകയാണ്. കുഴച്ച് വയ്ക്കുക. 1/2 മണിക്കൂർ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ പാനിലിട്ട് വറക്കാം. നമുക്കിനി ഗ്യാസ് കത്തിക്കാം, ഫ്രൈ പാൻ വയ്ക്കാം. ചട്ടി ചൂടായി, നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ മസാല കൂട്ടി വെച്ച ചെമ്മീൻ നമുക്ക് വറുക്കാനായിട്ട് ഇടാം. വെളിച്ചെണ്ണ ചൂടായി. നമ്മൾ മൂടി വെച്ച് വേവിക്കണില്ല, വറുക്കണില്ല, തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വറുക്കണേ. മൂടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം ആവും. ഈ കുറച്ച് വെക്കാം, സിമ്മിൽ കിടന്നിട്ട്
അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചെമ്മീൻ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് വറുത്ത് നല്ല ചന്ദ്രകുപ്പന്മാരേക്ക് വന്നിട്ട് ഇതാണ് എൻ്റെ സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ടാ.